my dears. ഇന്ന് എടുക്കാൻ പോകുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ പാർട്ട് 6 ആണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ ഇന്നും ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോടെ വന്നിട്ട് തീരെയാണ്. അടുത്തത് വന്നിട്ട് ഞാൻ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 6 തന്നെ. അപ്പം എന്താണ് ഡ്രൈ ഡെൻസിറ്റി? ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോളിഡ് ടു ദ ടോട്ടൽ വോളിയം. ഓക്കെ, അതാണ് ഡ്രൈ ഡെൻസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഫോർ എ ഡെൻസ് പാക്കിംഗ് റെഗുലർ സ്പിയേഴ്സ് at the maximum density of void ratio is means ഞാൻ പറഞ്ഞല്ലോ എന്താ ഡെൻസ് എന്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡയഗണൽ പാക്കിംഗ് പറഞ്ഞായിരുന്നു. ഡെൻസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്യൂബിക്കൽ അറയിൽ പാക്ക് ചെയ്യുന്നു. മീൻസ് ഒരെണ്ണത്തിന് ഒരു ബോളിന്റെ മേളിൽ ഒരു ബോൾ, അതിന്റെ മേളിൽ ഒരു ബോൾ അല്ലേ, ഇത് സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ഇപ്പൊ ഈ ഒരു ബോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു സ്റ്റേബിൾ പാക്കിംഗ് ആണെങ്കിൽ അത് നമുക്ക് എന്താ പറയാ, ഒരു പേപ്പറിൽ വെച്ച് ആ പേപ്പർ ഇങ്ങനെ പൊക്കി എടുക്കാനായിട്ട് പറ്റും സിമ്പിൾ ആയിട്ട്. ഇവിടെ പക്ഷെ അത് നടക്കൂല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വോയിഡ് റേഷ്യോ എത്ര ആയിരിക്കും? 0.35 ആയിരിക്കും. ഒരു ബോളിന്റെ മേളിലാണ് ക്യൂബിക്കൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡയഗണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളിന്റെ രണ്ട് ബോളിന് ഇടയിൽ വരുന്ന ഒരു ബോളിന് പറയുന്നതാണ് ഡയഗണൽ അറേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പൊറോസിറ്റി 50%. അപ്പോൾ വോയിഡ് റേഷ്യോ എന്താണ്? വോയിഡ് റേഷ്യോ പൊറോസിറ്റി തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്കറിയാം. എന്താണ്? E/1 + E അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെയാണ് പൊറോസിറ്റി വന്നിട്ട് N/1 - N ആണ് E അല്ലേ. ഇതാണ് വോയിഡ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഈ ഒരു 0.5 ആണ് 50%. 0.5 ഡിവൈഡഡ് ബൈ 1 - 0.5. ഈ 1 - 0.5 എത്രയായിരിക്കും? 0.5 തന്നെയായിരിക്കും വരിക. അപ്പൊ 0.5 ഡിവൈഡഡ് ബൈ 0.5 എത്ര ആയിരിക്കും വരിക? 1 ആയിരിക്കും. അപ്പം ആൻസർ 1 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് വാട്ടർ കണ്ടന്റ് ഈസ്. എന്തായിരിക്കും? ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. എങ്ങനെയായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മൾ സോയില് നല്ല ഉരുട്ടി ഒരു ലൈൻ, ഒരു എന്താ പറയുക 3 mm തിക്നെസ്സിലെ ലൈനിൽ ആക്കണം. ഓക്കെ, 3 mm തിക്നെസ്സിൽ ഈ എന്താ പറയുക സോയില് നമ്മൾ ആദ്യം വെയിറ്റ് നോക്കണം. എന്നിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് ഓവൻ ഡ്രൈ ചെയ്യണം അല്ലേ. എന്നിട്ട് അടുത്ത ദിവസം ഇത് വന്നിട്ട് ചെക്ക് ചെയ്യണം എത്ര വെയിറ്റ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ വെയിറ്റ് മീൻസ് ഇതിന് മുമ്പ് നമ്മൾ എടുത്ത വെയിറ്റ്, അത് കഴിഞ്ഞിട്ട് മീൻസ് ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുന്ന വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വാട്ടർ കണ്ടന്റ് W. എപ്പോഴും വന്നിട്ട് W ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വോയിഡ് റേഷ്യോ E ആസ് എ റേഷ്യോ. എന്തായിരിക്കും? ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, E എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പം 0-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എപ്പോഴും E വരുന്നത്. ഓക്കെ, അപ്പൊ ഇതോടെ വന്നിട്ട് ഈ ക്ലാസ് കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ് കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.